HTC എന്ന ബ്രാൻഡിൻ്റെ HTC A101 എഡിഷൻ എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. HTC ഇപ്പോൾ അടുത്തായിട്ട് അധിക ഡിവൈസുകളൊന്നും ലോഞ്ച് ചെയ്യാറില്ല. എന്തായാലും പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് HTC A101 എഡിഷൻ എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ടാബിൽ 10.95 ഇഞ്ചിൻ്റെ WUXD ഡിസ്പ്ലേ ആണ് വരുന്നത്. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 1920x1200 ആണ്. 16:10 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ വരുന്നുള്ളൂ. കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ഒരു ടാബിൻ്റെ വില 14,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാം, ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. കുറച്ചും കൂടി കൂടിയ റിഫ്രഷ് റേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ ടാബിൻ്റെ വെയിറ്റ് വരുന്നത് 501 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.5 mm ആണ്. പിന്നെ ഈ ഒരു ടാബിൻ്റെ ഒരു ഗ്രേ കളർ വേരിയൻറ്റും അതുപോലെ തന്നെ ഒരു സിൽവർ കളർ വേരിയൻറ്റും ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ യൂണി SoC T606 എന്ന പ്രോസസ്സർ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. 14,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ടാബിളുടെ കാര്യത്തിൽ അത്ര മികച്ചൊരു പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ മാത്രമാണ്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ഞാനൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ സിമ്മിൻ്റെ സപ്പോർട്ട് ഞാനൊക്കെ ഉണ്ട്. 5G സപ്പോർട്ടൊന്നുമില്ല, മാക്സിമം 4G സപ്പോർട്ടായിരിക്കും ഇതിൽ വരിക. പിന്നെ ഈ ഒരു ടാബിൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ 8GB റാം വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. 128GB ഇൻറ്റേർണലും ഇതിൽ വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വരുന്നുണ്ട്. പിന്നെ ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ടാബിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 13 MP മെയിൻ ക്യാമറ സെൻസറാണ് ഈ ടാബിൽ വരുന്നത്. പിന്നെ രണ്ടാമത് ഒരു AI ലെൻസും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ടാബാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ തരക്കേടില്ലാത്തൊരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 7000 mAh ബാറ്ററിയാണ് വരുന്നത്. ഫസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡേ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അറ്റ്ലീസ്റ്റ് ഒരു 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടിംഗിൽ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി സെറ്റപ്പ് അത്ര മികച്ചതാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം റഷ്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെയാണ് ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. റഷ്യയിൽ ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 14,500 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്ര മികച്ച ഫീച്ചേഴ്സ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് ഇതിൽ വരുന്നില്ല. അതുപോലെ തന്നെ ഇതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും തരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട്. എന്തായാലും മൊത്തത്തിൽ നോക്കുമ്പം അത്ര മികച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും HTCയുടെ HTC A101 എഡിഷൻ എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 12,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ചിലപ്പം ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോഞ്ച് ചെയ്തേക്കാം.